أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സയ്യിദുനാ ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ മിൻഹാജ് താലിബീൻ എന്ന ഗ്രന്ഥത്തെ അധികരിച്ചുകൊണ്ടാണ് ക്ലാസ് നടന്നു വരുന്നത്. സാധാരണ പെട്ടെന്ന് നേരിട്ട് ക്ലാസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം എന്ന് എനിക്ക് ഒന്ന് രണ്ടാളുകൾ സാധാരണ സംസാരിക്കുമ്പോൾ ക്ലാസ് കേട്ടതിന് ശേഷം സംസാരിക്കുമ്പോൾ വന്ന ഒന്ന് രണ്ട് സംശയങ്ങൾ കൂടെ നിവാരണം വരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാമെന്ന് കരുതുന്നു. നന്മകൾ ഇന്നതാണ്, അല്ലെങ്കിൽ തിന്മകൾ ഇന്നതാണ്. നന്മ കൈക്കൊള്ളേണ്ടതാണ്, തിന്മകൾ വർജിക്കേണ്ടതാണ് എന്ന് നാം വിശുദ്ധ ഖുർആനിൽ നിന്നോ അതല്ലെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്നോ അതുകൂടാതെ ഇൽമെ ലദുന്നി ദൈവിക ജ്ഞാനം സിദ്ധിച്ച ആളുകളുടെ വിശദീകരണങ്ങളിൽ നിന്നും ഖലീഫമാരോ മറ്റുള്ളവരും നമ്മൾ കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ ചില തടസ്സങ്ങൾ നിൽക്കാറുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് തടസ്സങ്ങളെ കുറിച്ച് എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല കുറിച്ച് ഖുർആൻ പല സ്ഥലങ്ങളിലും ഉണർത്തിയിട്ടുണ്ട്. അതും ഖലീഫത്തുൽ മസീഹ് റാബി റഹിമഹുല്ലാഹു തആല അതേപോലെ തന്നെ ഖലീഫത്തുൽ സാനി റളിയല്ലാഹു തആല അൻഹു പല സ്ഥലങ്ങളിലും അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ജനറലായിട്ട് ഒരു കാര്യം നമ്മൾ വഴിക്ക് വഴി അതാണ് ചർച്ച ചെയ്ത് വരുന്നത്. എന്തുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ സ്വീകരിക്കുമ്പോൾ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ ഒരു രണ്ട് കാര്യങ്ങൾ ഇന്ന് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഒന്ന്, फिर नसीहत के ताल्लुक में इंसान की एक बेनियाजी को बाज दफा अमवाल भी बढ़ा देता है. ചില സമയത്ത് ഉപദേശങ്ങളുടെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനെ അവഗണിക്കുന്ന കാര്യത്തിൽ മനുഷ്യന്റെ സമ്പത്ത് അവനെ വിലങ്ങുതടിയായി നിൽക്കുന്നു. यानी इंसान को एक तहफ़्फ़ुज़ हासिल होता है, गोया मैं मालदार हूँ और मैं नसीहत करने वाले किसी की मोहताज नहीं. അവന്റെ സമ്പത്ത് കയ്യിലുള്ളതുകൊണ്ട്, ഒരു സാമ്പത്തിക അടിത്തറ ഉള്ളതുകൊണ്ട്, ആ വിധത്തിലുള്ളൊരു അവസ്ഥ ഉള്ളതുകൊണ്ട് എനിക്ക് ഒരാളുടെ ഉപദേശം സ്വീകരിക്കേണ്ട ആവശ്യമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും സുരക്ഷിതമാണ് എന്ന ഒരു ബോധം അവന്റെ മനസ്സിലുണ്ടാവും. സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തു പറഞ്ഞുകൊണ്ട് ഹുസൂർ പറയാണ്, നബി തിരുമേനിയാണ് ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം പോലും അവരുടെ മുമ്പിൽ അടുത്ത നേരത്തെ ഭക്ഷണം കാണാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ഭാവി സുരക്ഷിതമാണ്, മക്കളുടെ ഭാവി സുരക്ഷിതമാണ്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടും വളരെ സുരക്ഷിതമാണല്ലോ, ഇനി വേറെന്തിൻ്റെ ആവശ്യം നമുക്കുണ്ടോ എന്ന ഒരു തോന്നൽ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ വിഘ്നമായി നിൽക്കാറുണ്ട്. അതിന് വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായിട്ട് അതിൻ്റെ ആഴത്തിൽ അതിൻ്റെ കാര്യം എന്താണെന്ന് ഗ്രഹിപ്പിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി നമ്മെ തിരുത്തുന്നുണ്ട്. അതിൽ മനുഷ്യന്റെ തെറ്റായ ഒരു ധാരണ, ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള അവന്റെ ഒരു തഹഫുസ്, അവന്റെ ഒരു സുരക്ഷിതത്വ ബോധം, ഈ ബോധം എങ്ങനെയാണ് എന്ന് ഖുർആൻ പറയുന്നത് എങ്ങനെയാണ്? വലഖദ് ജീതുമുന ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ. നിങ്ങളെ നാം കൊണ്ടുവരും എൻ്റെ അടുത്തേക്ക്, ഫുറാദ ഒറ്റക്ക്, കമാ ഖലഖനാകും അവ്വല മറ, എങ്ങനെയാണോ നിങ്ങൾ ആദ്യമായിട്ട് സൃഷ്ടിച്ചത് അതേപോലെ. അതായത് അള്ളാഹിന്റെ തിരുമുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളുടെ സുരക്ഷിതത്വം, സുഹൃത്തുക്കൾ കാരണമുള്ള സുരക്ഷിതത്വം, നമുക്ക് ബന്ധങ്ങളും വളരെ സ്വാധീനങ്ങളും ഉള്ളത് കൊണ്ട് വരാവുന്ന സുരക്ഷിതത്വം, രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനത്തിലുള്ള സുരക്ഷിതത്വം, സമ്പത്തിലുള്ള സുരക്ഷിതത്വം, ഈ സുരക്ഷിതത്വങ്ങളൊന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ ഒറ്റക്കാണ് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കേണ്ടി വരാം. ഇത് മാഷറയിൽ ചെന്ന് നിൽക്കൽ മാത്രമല്ല, ഈ ലോകത്ത് തന്നെയും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് അള്ളാഹു വലിച്ചിഴച്ച് കൊണ്ടുപോയി നിർത്തും. കമാ ഖലഖനാകും അവ്വല മറ, ആദ്യം നിങ്ങളെ സൃഷ്ടിച്ച ഒറ്റക്കുണ്ടായിരുന്നു. ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ അത് ഒറ്റക്കാണ്.
ആ സൃഷ്ടിച്ച സമയത്തുണ്ടായിരുന്ന ഒറ്റക്ക് വന്നതുപോലെ തന്നെ ഒറ്റക്ക് തന്നെ എൻ്റെ മുമ്പിൽ വരേണ്ടി വരും. അള്ളാന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോഴേ രണ്ടു വിധത്തിലുണ്ടാവും. ഒന്ന് മരിച്ചതിന് ശേഷമുള്ളത്, ഒന്ന് അതിന്റെ മുമ്പ്. പ്രധാനമായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നത് മരിച്ചതിന് ശേഷമുള്ളതാണ്. അവിടെ ചെല്ലുമ്പോഴേ ഒരിക്കലും അള്ളാഹു അല്ലാത്ത വേറെ ഒരാളെങ്കിലും ഒരു ശുപാർശക്ക് ഒരുത്തൻ, അല്ലെങ്കിൽ സഹായിക്കാൻ ഒരുത്തൻ, അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അടിത്തറ ഒന്നും കയ്യില്ല. സ്വന്തം ഏറ്റവും അടുത്ത നമ്മളെ സഹായിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ മക്കളോ ഭാര്യമാരോ മറ്റാരും തന്നെ, മാതാപിതാക്കളോ ആരും തന്നെ ആ സമയത്ത് കൂടെയില്ല. നിങ്ങൾ ഒറ്റക്കാണ് ഉണ്ടാവുക. ആ രംഗത്തെ ആലോചിച്ചാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാവും. ഇവിടെയുള്ള എല്ലാ സുരക്ഷിതത്വവും എത്രയാണ് എന്ന് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വതറക്തും മാ ഹവ്വൽനാക്കും വറാഅ സുഹൂരിക്കും, നിങ്ങൾക്ക് ഞാൻ എന്തെല്ലാം നൽകിയിരുന്നത്, നിങ്ങൾക്ക് വേണ്ടി പലതും നിങ്ങൾക്ക് ഞാൻ നൽകിയിരുന്നു. പക്ഷെ അതൊക്കെ അവിടെ വിട്ടിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരു സംഗതിയും നിങ്ങളുടെ കയ്യിലില്ല. അപ്പൊ ആ വിധത്തിലുള്ള ഒരു സാഹചര്യം വന്നാൽ അത് മഹ്ശറിൽ നടക്കുന്നതാണെങ്കിലും ഇവിടെയും അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഏത് സമയത്ത് അത് കാരണം നമ്മൾ ഒരു മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്ത് പറയുന്നു, കുടുംബപരമായിട്ടുള്ള വലിയ തറവാടിത്തങ്ങൾ ഉണ്ടാവാം, അത് കാരണം സുരക്ഷിതത്വം ഉണ്ടാവും. പക്ഷെ മൂന്നാമത്തെ തലമുറയുടെ അപ്പുറം ആ തറവാടിത്തത്തിന്റെ മഹിമ ഉണ്ടാവില്ല എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. വളരെ തീർത്തു പറയുന്നത്, ഒരു തലമുറ, അതിന്റെ അടുത്ത തലമുറ, അതിന്റെ അടുത്ത തലമുറ കഴിഞ്ഞാൽ ആ 3 തലമുറ വരെ ഒരു പക്ഷേ ആ കുടുംബ മഹിമ അവിടെ നിലകൊള്ളും. 4ാമത്തെ തലമുറയിലേക്ക് അത് കടന്നു പോവുകയില്ല, ഇന്നുവരെ പോയിട്ടില്ല എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയും. ഇതേപോലെ സാമ്പത്തികമായ അടിത്തറയിലും ദൈവിക കൽപ്പനകളെ വകവെക്കാതെ നീങ്ങുന്ന ആളുകൾക്ക് അടുത്ത തലമുറയിലും അതിന് സാധ്യമല്ല എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയും. അത് 3ാമത്തെ അല്ല, അടുത്തതിലുമില്ല. അപ്പൊ ഈ ഒരു ഒറ്റക്ക്, നമ്മൾ ഒറ്റക്കാണ് അള്ളാഹുവിന്റെ മുമ്പിലുള്ളത്, കൂടെ ഉള്ളത് നമ്മൾ ചെയ്യുന്ന നന്മകളാണ്. ഈ ഒരു അവബോധം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ എനിക്കും ആവശ്യമാണ് എന്ന തോന്നൽ തനിയെ ഉണ്ടാകും. മറ്റൊരു കാര്യം, പൊതുവെ ജനങ്ങളൊക്കെ ഇതൊക്കെ ചെയ്തിട്ടാണോ നടക്കുന്നത്? അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണഗതിയിൽ പറയും അഹമ്മദികൾ തന്നെ, എല്ലാ അഹമ്മദികളും പാനം ചെയ്യുന്നുണ്ടോ? ഭൂരിപക്ഷം അങ്ങനെ അല്ലല്ലോ. അല്ലെങ്കിൽ അഹമ്മദി അല്ലാത്തവരെടുക്കാം. അഹമ്മദികൾ പൊതുവെ ഭൂരിപക്ഷം അങ്ങനെ ആവാൻ സാധ്യതയില്ല. എങ്കിലും അങ്ങനെ എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഇപ്പൊ ഇത്ര ഖുർആനും ഹദീസും ഒക്കെ നോക്കി നടക്കണോ? പൊതുവെ കാണുന്നത് അതിനെതിരല്ലേ എന്നുള്ള ഒരു തോന്നൽ. ആ കാര്യത്തെ ആഴത്തിൽ വിശുദ്ധ ഖുർആൻ എടുത്തു പറയാണ്. നീ പറയുക, കുൽ ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്, പരിശുദ്ധവും അവിശുദ്ധവുമായിട്ടുള്ള സാധനങ്ങൾ രണ്ടും ഒരേപോലെ ആവുകയില്ല. വലൗ ആജബക കസറത്തുൽ ഖബീസ്, അവിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളുടെ ആധിക്യം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി. അപ്പം അവിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും വളരെ മോശപ്പെട്ട ജീവിതം നയിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് എന്ത് കാര്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒരിക്കലും വിശുദ്ധവും അവിശുദ്ധവുമായിട്ടുള്ള കാര്യങ്ങൾ സമമാവുകയില്ല. അതില് അവിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എത്ര അത്ഭുതപ്പെടുത്തിയാലും ശരി അത് അവിശുദ്ധം തന്നെയാണ്. ഒരു ചെറിയ ഉദാഹരണം, ഇപ്പോൾ ഒരു മാലിന്യം, അത് മാലിന്യം തന്നെയാണ്. അതൊരു സ്ഥലത്ത് കുമിഞ്ഞുകൂടി എന്ന കാരണത്താൽ മാലിന്യം അല്ലാതായി തീരുന്നില്ല. അതേപോലെ അഴുക്ക് സ്വഭാവത്തിലുള്ളതാണെങ്കിലും അതെല്ലാവർക്കും ഉണ്ടായതുകൊണ്ട് അതല്ലാതായി തീരുന്നു. അതിന്റെ ആധിക്യം ഒരിക്കലും അത്ഭുതപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ. അതിനെന്താ മനസ്സിലാകുന്നത്? ബുദ്ധി ഇല്ലെങ്കിലാണ് ഇത് തോന്നുന്നത്. അൽബാബ് എന്ന വാക്കിനർത്ഥം ലുബിന് ഖലീഫത്തുൽ മസീഹ് സാലിസ് നൽകിയ വ്യാഖ്യാനം സാധാരണ ബുദ്ധിയല്ല. അള്ളാഹ് തന്ന ഒരു വിശുദ്ധ ബുദ്ധിയുണ്ട്, അതിനെ മലീമസമാക്കാത്തവരെയാണ് അൽബാബ് എന്ന് പറയുന്നത്. ഖുർആനിലെ എല്ലാ സ്ഥലങ്ങളും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അൽബാബ് ബുദ്ധിമാന്മാർന്ന്. ആഖില് ബുദ്ധിയുള്ള ആളെ കുറിച്ച് പറയും. തഫക്കുറുള്ള ആളെന്ന് പറയും. പല വാക്കുകളുണ്ട് അറബിയിൽ. അതിൽ അൽബാബ്, ലുബ് എന്നുള്ള പദം പ്രയോഗിക്കുന്നത്
അള്ളാഹ് നൽകിയിട്ടുള്ള ബുദ്ധിയെ മലീമസപ്പെടുത്താത്ത ആളുകൾക്ക്. അവർ അതാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടി. ആ നന്മയിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ അത് നമ്മൾ എത്ര തന്നെ തിന്മകൾ മേലുണ്ടെങ്കിലും അതിന്റെ പ്രതാപത്തിൽ നാം ലയിച്ചു പോവാതെ നന്മയ്ക്ക് അതിൻ്റെതായൊരു വശമുണ്ട്, അതിൽ നിൽക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ, ഇന്ന് തന്നെയാണ്. അപ്പൊ അതിനിപ്പോ ഒരാൾ പറയുന്നത് ഇപ്പം ശരിയല്ല, ആൾക്കാരുടെ ഇടയിൽ ഒരു ചമ്മൽ ഉണ്ടാവുന്നതാണ്. നേരെ തിരിച്ചാണ് ഉണ്ടാവുന്നത്. അത് ദൈവദത്തമായ ബുദ്ധിയെ മലീമസപ്പെടുത്തിക്കൊണ്ടാണ് നമുക്കത് അങ്ങനെ തോന്നാനുള്ള കാരണം. ശരിയായ ബുദ്ധി ഉണ്ടെങ്കിൽ ഒരിക്കലും അത് തോന്നുകയില്ല എന്നാണ് ഖുർആൻ എടുത്ത് പറയുന്നത്. ഇതേപോലെ മറ്റൊരു സംഗതി പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും വിളിക്കുത്തരം നൽകുക, അവൻ നിങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നതിന് വേണ്ടി. അള്ളാഹു അവന്റെ റസൂലും പറയുന്ന കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിനുള്ളതാണ്. അതിന് എതിരായിട്ട് നീങ്ങുന്നതാണെങ്കിൽ മരണമാണ്. അപ്പം ഭക്ഷണ കാര്യത്തിൽ അള്ളാഹ് പറഞ്ഞത് റസൂല് പറഞ്ഞു തന്നെ എടുക്കേണ്ടതില്ല, വയറ് നിറച്ച് തിന്നാൽ പോരെ, മടുക്കുമ്പോൾ നിർത്തുക. അള്ളാഹ് റസൂലും പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പിന്നെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ അതിന് കൈവലിക്കണം. ടേസ്റ്റ് പോകുന്നതിന് മുമ്പ് ഭക്ഷണം നിർത്തുക. അതാണ് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ വയറിറച്ച് തിന്നാൽ അപ്പൊ തന്നെ പോവുക ടേസ്റ്റ്. പിന്നെ എന്ത് തിന്നെന്ന് ചോദിച്ചാൽ അതുകൂടി പറയാനുള്ള ഒരു സുഖം ഉണ്ടാവും. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ രസകരമായിട്ടാണ് അത് മനഃശാസ്ത്രപരമായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചാൽ, ഓരോരുത്തരും വയറ് 1/2 കിലോ തിന്നാന്ന് എല്ലാവരോടും പറഞ്ഞ കുടുങ്ങിയിരുന്നു. അതേസമയത്ത് അവനവന്റെ ടേസ്റ്റ് വയലിൽ നിൽക്കുന്ന സമയത്ത് നിർത്തുക. അതിന് പിന്നൊരളവ് പറഞ്ഞത് അത് പൊട്ടന്മാരളവാണ്. ഒരു അരവയർ ഭക്ഷണവും 1/4 വയർ വെള്ളവും 1/4 വയർ കാലും, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഇത് എന്തിനാണ്? ജീവിക്കാൻ വേണ്ടിയാണ്. അതിനെ അവഗണിച്ചാൽ മരണമാണ് കിട്ടുന്നത്. ഒരുത്തന്റെ കണ്ണാണ് പോണെങ്കിൽ കണ്ണ് മരിച്ച്, കാലാണ് പോണെങ്കിൽ കാല് മരിച്ച്, ഹൃദയമാണ് പോണെങ്കിൽ അത് മരിച്ചു, അതല്ല വേറെ ഏതൊരു അവയവങ്ങളാണ് മരിച്ച് പോകുന്നെങ്കിൽ അത് മരിച്ചു. മരണം എന്നുള്ളത് ഒറ്റയടിക്ക് വരുന്നതല്ല, പതുക്കെ പതുക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരണമാണ്. അതേപോലെ ജീവിതവും ഒറ്റയടിക്ക് കിട്ടുന്നതല്ല. എല്ലാ അവയവങ്ങളും ഒരേപോലെ ജീവിച്ചെങ്കിൽ ജീവിച്ചിട്ട് കാര്യമാണ്. ഞാൻ പറയുന്നത് അല്ലാത്ത മരിച്ചു പോകണമെന്നല്ല പറയുന്നത്. ഇപ്പോ നമ്മുടെ കൈ അനക്കാൻ വയ്യ, അപ്പൊ ഈ കൈ കൊണ്ടുള്ള ഗുണം പോയല്ലോ, അത് മരിച്ചല്ലോ സാധനം. ഇതേപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഏതാണോ ലംഘിക്കുന്നത് അവിടെ ഒരു മരണം അള്ളാഹ് വിധിച്ചിട്ടുണ്ട്. അതിനാർക്കും ലംഘിക്കാൻ പറ്റില്ല. അപ്പോ ജീവിതത്തിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ എന്നത് ഖുർആൻ നമ്മെ തെര്യപ്പെടുത്തുന്നു. മറ്റ് പല കാര്യങ്ങൾ, ഏകദേശം 80ഓളം പോയിന്റുകൾ ഈ കാര്യത്തിൽ, നമ്മൾ ഉപദേശങ്ങൾ എടുത്താലും എടുത്തില്ലെങ്കിലും ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്ന 80ഓളം കാര്യങ്ങൾ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഖുർആന്റെ അടിത്തറയുണ്ട്, ഹദീസിന്റെ അടിത്തറയുണ്ട്. അത് വളരെ വിപുലമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിന്റെ ചില ഭാഗങ്ങളാണ് വാസ്തവത്തിൽ ഇതിനകത്ത് വരുന്നത്. നമ്മൾ ചർച്ച ചെയ്തു വന്നത് ഹൃദയത്തിൽ പാപത്തിന്റെ കറ പിടിക്കാത്ത ആളുകൾക്ക്, അതാ ഹൃദയം തുരുമ്പാത്ത ആളുകൾക്ക് പാപങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്തിനുള്ള മാർഗം അഥവാ ഹൃദയ സംസ്കരണത്തിനുള്ള മാർഗം എന്താണെന്നായിരുന്നു. ഹൃദയ സംസ്കരണം കൊണ്ട് ലഭ്യമാകുന്ന ഒരു നേട്ടത്തെക്കുറിച്ച് ഖലീഫത്തുൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, जब खुदा ताला का कुर्ब इंसान हासिल करता है तो इंसान की तरफ भी एक कशिश पैदा होती है. അള്ളാഹുവിന്റെ സാമീപ്യം ഒരാള് പ്രാപിക്കുമ്പോൾ അവനിൽ ഒരു വശീകരണ ശക്തി ഉണ്ടായിരിക്കും. ദൈവസാമീപ്യം കൊണ്ട് കിട്ടാവുന്ന, അതിപ്പം ഒരാൾ അയാളുടെ ജോലി ചെയ്യുകയാണെങ്കിലും ആ ജോലി സ്ഥലത്ത് ജനങ്ങൾക്ക് ഒരു വശീകരണ ശക്തി ഉണ്ടാവും, ദൈവസാമീപ്യമുള്ള ആളാണ്. അത് നമസ്കാരത്താകുമ്പോ അല്ലെങ്കിൽ താടിയോ മറ്റതല്ല ഞാൻ പറയുന്നത്. സ്വഭാവത്തിലുള്ള സംസ്കരണത്തിൽ നല്ല ഒരു സ്വഭാവം എന്നുള്ളത് കൊണ്ട് അവിടെയുള്ള നമ്മൾ ആരോടാണോ നമ്മൾ ഇടപെടുന്നത് അവരുമായിട്ട് അവർക്ക് നമ്മളിൽ ഒരു വശീകരണ ശക്തി ഉണ്ടാവും. ഈ ഒരു ശക്തി എങ്ങനെയാണെന്ന് വെച്ചാൽ അള്ളാഹ് പറയുന്നത്, നമുക്ക് പരിചയമുള്ള ആളെ നമ്മൾ വിളിച്ചാൽ വരും, നമ്മൾ ഒച്ച കേട്ടാൽ മനസ്സിലായിട്ട് വരും. വളരെ സൂക്ഷ്മമായിട്ടൊരു മനഃശാസ്ത്രമാണ്. നമ്മളെ ശബ്ദം അറിയുന്ന ഒരാള് ആ ശബ്ദം നേരത്തെ കേട്ട ഒരാളാണെങ്കിൽ ആ ശബ്ദം അനുസരിച്ച് ആളുകൾ വരും. ഇതേപോലെ നമ്മുടെ സ്വഭാവത്തിന്റെ ശബ്ദം ഒരു അതിശക്തമായിട്ട് കേൾക്കുന്ന ഒന്നാണ്.
അത് പരിചയമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ വിളിച്ചാൽ നമ്മളയാളെ ചതിക്കാനല്ല, വഞ്ചിക്കാനല്ല, അയാൾ നമ്മളോടുള്ള സ്നേഹത്തിലാണ്, നമ്മളോടുള്ള സഹതാപത്തിലാണ്, സിമ്പതിയോടുകൂടിയാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. തബ്ലീഗ് രംഗത്തും അതേപോലെ തന്നെ ജമാഅത്തിയായിട്ടുള്ള പ്രവർത്തനത്തിൽ ഭാരവാഹികൾക്ക് ജനങ്ങളെ വിളിക്കാനുള്ള ഒരു ശബ്ദമാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് പറഞ്ഞ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴാണെന്ന് വെച്ചാൽ, ഇബ്രാഹിം നബി 4 പക്ഷികളെ പിടിച്ച് അതിനെ കഷ്ണങ്ങളാക്കി എന്നാണ് മറ്റുള്ളവർ വെക്കുന്നൊരു സംഗതി. അതിനെടുത്തിട്ട് മലയുടെ മുകളിൽ വെച്ച തന്നിലേക്ക് തിരിച്ചു വരുന്നു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ വ്യാഖ്യാനിച്ചു, കഷ്ണങ്ങളാക്കലല്ല, അതിനെ ചൊല്ലി പഠിപ്പിച്ച് നീ പറഞ്ഞതൊക്കെ അനുസരിക്കുന്ന വിധത്തിലാക്കാം. അപ്പൊ നീ ദൂരെ കൊണ്ടുവിട്ടാൽ നിന്നിലേക്ക് തിരിച്ചു വരുന്നു. അത് കാരണം ഒരു തത്ത ആ ഉടമയുടെ സൗണ്ട് തിരിച്ചറിഞ്ഞതാണെങ്കിൽ ദൂരം നിന്ന് അതിനെ വിളിച്ചാൽ വരും. ഒരു പ്രാവിനെ വളർത്തുന്ന ഒരാള് പ്രാവിന് ആ ഉടമയുടെ സൗണ്ട് തിരിച്ചറിയുമ്പോൾ, അതിന്റെ ശബ്ദം തിരിച്ചറിയുമ്പോൾ അതിനെ വിളിച്ചാൽ വരും. ഇതേ തത്വമാണ് നിങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ സാധാരണ ജീവിതത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും. നിങ്ങളുടെ സൗണ്ട് മറ്റവൻ തിരിച്ചറിയുന്ന വിധത്തിലായിരിക്കണം നിങ്ങളുടെ സ്വഭാവം. നിങ്ങളെ വിളിച്ചത് സ്നേഹത്തിന്റെ സൗണ്ടിലാണ്, ശബ്ദത്തിലാണ്. നിങ്ങളോട് വിളിച്ചത് സിമ്പതിയുടെ, നിങ്ങളുടെ സഹതാപത്തോടു കൂടിയാണ്, നിങ്ങളുടെ നന്മക്കാണ് എന്ന ഒരു തിരിച്ചറിവ് നാമുമായി ഇടപഴകുന്നവർക്കുണ്ടായാൽ അവർ നമ്മൾ വിളിച്ച സ്ഥലത്തേക്ക് വരും. ഈ ഒരു ഗുണമാണ് ഹൃദയ സംസ്കരണം കൊണ്ട്, ആത്മസംസ്കരണം കൊണ്ട് കിട്ടുന്നത്. അതല്ലാതെ നമ്മൾ വലിയാകും, അള്ളാഹുവിന്റെ അടുത്തെത്തും, അതൊക്കെ വേറെ കാര്യമാണ്. ഇതിന് ഈ ജീവിതത്തിലാണ് അതിന്റെ റോള്, വേറെ എവിടെ പോയിട്ട് കിട്ടുന്നതല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ അതിന്റെ റോളാണ് ഈ കാര്യങ്ങൾ കൊണ്ട് കിട്ടുന്നത്. അത് വളരെ ഉള്ളിന്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ടാണ് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അന്തരാളങ്ങളിൽ നമുക്കതിനെ വിശദീകരിച്ചു തരുന്നത്. അവിടെ ഒന്നും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, അതാണ് അങ്ങ് മനസ്സിലാക്കുന്നത്. നമ്മളോടുള്ള സ്നേഹത്തോടും നമ്മളോടുള്ള സഹതാപത്തോടും നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത് അത്തരത്തിലുള്ള കെണിയിൽ എന്ന് വിചാരിച്ചാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിളിക്കുന്നത്. അതിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, ഒരു വിളക്ക് കത്തിച്ചു വെച്ച് അതിലേക്ക് ഓടി അണയുന്ന പാറ്റകൾ, അത് വെളിച്ചത്തിന് വേണ്ടി കത്തിച്ചതാണ്, പക്ഷെ അതിലേക്ക് ഓടി അണയുന്ന പാറ്റകൾ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മാറ്റുകയാണെങ്കിൽ അത് ചത്തുപോകരുതിന്റെ തട്ടി മാറ്റുന്നു. ഇതേപോലെയാണ് ഞാൻ നിങ്ങളെ നരകത്തിലേക്ക് വീഴുന്നതിൽ നിന്ന് തട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്റെ വാക്കുകൾ അങ്ങനെയാണ് എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ പോയി വീഴുമ്പോൾ നിങ്ങളുടെ കുത്തിന് പിടിച്ച്, അതായത് ബാക്കിൽ പിടിച്ചു വെച്ച് പോകരുത് എന്ന് പറഞ്ഞ് കരയുകയും വലിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് എൻ്റെ മനസ്സ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ആ ഒരു സെൻസിലാണ് നാം ഈ കാര്യങ്ങളെ പരിഗണിക്കേണ്ടത്. ഇനി നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് തിരിച്ചു വരാം. മനുഷ്യന്റെ നന്മകൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നത്, നമ്മൾ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക, അതിനുശേഷം നന്മകൾ ആർജിക്കുക. അതിന് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് ഏതെല്ലാമാണ് തിന്മകളെന്ന് അറിയേണ്ടതുണ്ടായിരുന്നു. അല്ലാതെ തിന്മ ഏതാണെന്ന് അറിയാതെ വിട്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഓരോ മനുഷ്യനും അവന്റെ വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ട വേറെ ആരെയും അതിൽ പങ്കില്ലാത്ത നിലയിൽ നമ്മൾ ചെയ്യുന്ന തിന്മകൾ 24 തിന്മകളെ കുറിച്ച് എണ്ണി പറഞ്ഞു. അതിനുശേഷം ചില മൃഗങ്ങളുമായി ബന്ധപ്പെട്ട തിന്മകളെ കുറിച്ചും എണ്ണി പറഞ്ഞിരുന്നു. അതിൽ 4 എണ്ണം. സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട തിന്മകൾ ഉണ്ടായിരുന്നു 15 എണ്ണം. അള്ളാഹുമായി ബന്ധപ്പെട്ട തിന്മകൾ അതും ഇതേപോലെ ഒരെണ്ണത്തിൽ എടുത്തു പറഞ്ഞു. ഇനി അതിന്റെ നന്മകൾ എന്താണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നത്. അതിൽ ഒരാൾ പറഞ്ഞത്, ഞാൻ ബാക്കിൽ ഒരു സാധനം വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് മൃഗങ്ങളുമായിട്ടുള്ള തിന്മകൾ എണ്ണുമ്പോൾ അതിൽ 1 or 2 ഒരു ഉദാഹരണത്തിന് പറഞ്ഞു എന്നല്ലാതെ അത് പൂർണ്ണമായിട്ടും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് ഒരാൾ പറയണ്ടായി. അത് ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ കാര്യം ഒന്ന് ചെറുതായിട്ട് പറയട്ടെ. അതിലൊന്ന്, മൃഗങ്ങളെ നമ്മൾ ദ്രോഹിക്കുന്നത്. കഴിഞ്ഞിട്ട് നമുക്ക് നന്മയിലേക്ക് തന്നെ തിരിച്ചു വരാം. നന്മയുടെ ഒരു ഭാഗം പറഞ്ഞു കഴിഞ്ഞിരുന്നു, അടുത്ത 3 ഭാഗങ്ങളാണ് ബാക്കിയുള്ളത്. ഒന്ന്, മൃഗങ്ങളെ വെറുതെ അടിക്കുക. ഒരു കാരണമില്ലാതെ മൃഗങ്ങളെ അടിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല.
സാധാരണ ആട് മേക്കുന്ന ആളുകളും പശുവിനെ മേക്കുന്ന ആളുകളും വീട്ടിൽ മൃഗങ്ങളെ വെച്ച ആളുകൾക്കും അറിയാം, വെറുതെ അടിച്ച് പേടിപ്പിക്കാറുണ്ട്. മൃഗങ്ങളെ ഇയാളെ കണ്ടാൽ തന്നെ പറക്കുന്ന മാതിരി തന്നെ ഉള്ളൊരു പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിക്കും. അതേപോലെ അല്ല മത്സരത്തിന് മറ്റോ കൊണ്ടുപോകുമ്പോൾ ഇതേപോലെ പേടിപ്പിക്കാൻ കാളവൂട്ട് മത്സരമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരിചയമുണ്ടോ എനിക്കറിയില്ല, ഞാൻ ഇതിലൊക്കെ ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ പിന്നെ നമ്മൾ വളർത്തുന്ന നായ്ക്കളെ അടിച്ചു പേടിപ്പിക്കും. അങ്ങനെ വെറുതെ ഒരു കാരണമില്ലാതെ ഒരു മൃഗത്തെ അടിക്കുക എന്നുള്ളത് പാപമാണെന്നും അവന്റെ ഹൃദയത്തെ അത് ബാധിക്കുമെന്നും അതേപോലെ തന്നെ അവർക്ക് അതിന്റെ ശിക്ഷ ലഭിക്കുമെന്നും ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല പറയുന്നു. അതേപോലെ മൃഗങ്ങളെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുക. ആ ജോലി ചെയ്യിപ്പിക്കുന്ന മൃഗങ്ങളെ കൃഷിക്കാർക്കാണത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അധികം വലിയ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഈ ഒരു കാര്യത്തിൽ ചില മൃഗങ്ങൾ വയസ്സായതുണ്ടാവും, ചിലത് പ്രായത്തിൽ ചെറുതുണ്ടാവും. അപ്പൊ ഒരു പ്രായത്തിൽ ചെറിയ പിന്നെ സ്പീഡിൽ നടക്കുന്ന ഒരു മൃഗത്തിന് വയസ്സായ സ്പീഡിൽ നടക്കാൻ കഴിയാത്ത ഒരു മൃഗമായിട്ട് കെട്ടിയിട്ട് ഒരുമിച്ച് ജോലി ചെയ്യിക്കുന്നത് പോലും പാപമാണ്, അതും പാപമാണെന്ന് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല പറയുന്നു. ഇപ്പൊ ഒരു മൃഗം മരിക്കാനായിട്ടുണ്ട്, അതിനെ വേഗം പിടിച്ച് അറുക്കുകയാണ്. ചികിത്സിച്ചാൽ കുറച്ച് സമയം പിടിക്കും. അതിന് മുമ്പ് നമ്മൾ അതിനെ മരിക്കാൻ അനുവദിക്കാതെ നമ്മളെ അറുത്തിട്ട് അതിനെ വിറ്റാൽ നമുക്ക് ലാഭം ഉണ്ടാവും നേരത്തെ, അതും പാപമാണ്. ജോലി ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കേണ്ട ബാധ്യതയും ആ ജോലി ചെയ്യിപ്പിച്ച ആൾക്ക് തന്നെയാണ് എന്ന് ഖലീഫ എടുത്തു പറയുന്നു. ഭക്ഷണം കുറച്ച് കമ്മിയായി കൊടുക്കുക, അവർക്ക് ഭക്ഷണം ഓരോ വിശപ്പ് മാറാത്ത വിധത്തിൽ കൊടുക്കുക. അതിപ്പം മീനൊക്കെ വളർത്തുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട്. അതിന്റെ വയറ് നിറഞ്ഞല്ലേ എന്ന് നോക്കിയാൽ കാണുന്നില്ല. അത് ചാടിക്കളിക്കുന്നുണ്ടെങ്കിൽ അതിന് വിശന്നാലും ചാടിക്കളിക്കും, ചാടിക്കളയും നല്ല വിശപ്പില്ലെങ്കിൽ ചാടിക്കളിക്കും. അപ്പം എന്തൊരു ജീവനെ വളർത്തുകയാണെങ്കിലും അതിനുള്ള ഭക്ഷണം പൂർണ്ണമായിട്ടും നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ അടയാളങ്ങൾ വെക്കുക. പിന്നെ പണ്ടുകാലത്ത് ചൂട് വെച്ച് മൃഗങ്ങളുടെ മേലെ അവർ അടയാളം വെക്കാറാണ്. ചന്തയിൽ നിന്നൊക്കെ വരുന്ന അതായത് ഒരിക്കൽ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോകുമ്പോൾ മുഖത്ത് പാട് വെച്ചത് കണ്ട്, ഞാൻ സ്വന്തം കണ്ടിട്ടുണ്ട് മുഖത്ത് പാട് വെച്ച് മൃഗങ്ങളെ. അപ്പോഴേ റസൂൽ തിരുമേനി പറഞ്ഞു അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ തിരിച്ചറിയാനാണെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ അത്യാവശ്യമാണെങ്കിൽ അവർക്ക് വേദന കുറഞ്ഞ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും വെക്കുക എന്നല്ലാതെ മറ്റു വിധത്തിൽ അവർ പിന്നെ അടയാളം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. മൃഗങ്ങൾ ഒരിക്കലും മുഖത്ത് മൃഗത്തെ പോലും അടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചിട്ടില്ല. കുട്ടികളൊക്കെ അടിക്കാറുണ്ട് ചിലപ്പോൾ മുഖത്തൊക്കെ, മൃഗത്തെ പോലും അടിക്കരുത് എന്നാണ് റസൂലുള്ളാഹി. മുഖത്ത് അടിക്കാനുള്ള അനുവാദം ആർക്കും അല്ലാഹു കൊടുത്തിട്ടില്ല, റസൂലുള്ളാഹിയും കൊടുത്തിട്ടില്ല. മനുഷ്യനല്ല മൃഗത്തെ പോലും അടിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടില്ല. മൃഗങ്ങളുടെ തണുപ്പും ചൂടും, നായനെ വളർത്തുമ്പോൾ നമ്മൾ കൊട്ടുതൊക്കെ ഇട്ടിരിക്കും, പക്ഷെ നായന അതിന്റെ ആവശ്യമില്ലാന്ന് വിചാരിക്കും. അതേപോലെ തന്നെ മൃഗങ്ങളെ പിന്നെ പശു വളർത്തുന്നവരുണ്ട്, തൊഴുത്തിൽ അതിന് തണുപ്പും ചൂടൊന്നും നോക്കൂല, വെള്ളം ഉണ്ടോ നോക്കൂല, അതോടെ പിന്നെ അത് മൂത്രമൊഴിച്ച സ്ഥലത്ത് കിടക്കും, അതേപോലെ തന്നെ മണ്ണിൽ കിടക്കും. ഇതൊന്നും അനുവദിക്കുന്നതല്ല. ഒന്നുകിൽ അതിനെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ആ പാപം അവൻ ചെയ്യാൻ പാടില്ല. അത് ചെയ്യുകയാണെങ്കിൽ അവന്റെ ആത്മീയ വളർച്ചയിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ അതാണ് ബാധിക്കുന്നു. ഒരു മൃഗത്തിന്റെ കണ്ണീര് വാസ്തവത്തിൽ അവനെതിരായിട്ട് അള്ളാഹുവിന്റെ വലിയ ശിക്ഷകളെ വിളിച്ചു വരുത്താൻ കാരണമായിത്തീരുന്നു. അതിന്റെ ഷഹ്വാനി ജസ്ബാത്ത് का ख्याल रखना, ലൈംഗികമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങളെയും പരിഗണിക്കേണ്ടത് മൃഗത്തെ വളർത്തുന്നവന്റെ ജോലിയാണ്. അപ്പൊ നായിനെ വളർത്തുന്ന ആളുകളുണ്ടാവും, അതേപോലെ തന്നെ മറ്റ് മൃഗങ്ങളെ വളർത്തുന്ന ആളുകളുണ്ടാവും. അതിന്റെ ലൈംഗിക ആവശ്യങ്ങളിൽ നിന്നും അതിനെ മാറ്റി നിർത്തുന്നതും പാപമാണ്. അതും അള്ളാഹുവിനോട് ചോദിക്കപ്പെടും, അവരോട് ചോദിക്കുന്നതാണെന്ന് ഹുസൂർ പറയുന്നു. കുട്ടികളെ വെച്ച് അതിനെ ദുഃഖിപ്പിക്കുക. ഒരു കുട്ടിയെ അതിന്റെ മുമ്പ് നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക, അതിന് പ്രായം ഒരു കണക്കുണ്ട്, അതിന് മുമ്പ് തന്നെ എടുത്തു കൊണ്ടുപോവുക. അതേപോലെ തന്നെ അതിനെ ദ്രോഹിക്കുക, അതിന് വെറുതെ ഇട്ട് കളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തള്ളനെ കെട്ടിയിട്ടിട്ട് കുട്ടിനോട് കളിക്കുക. അപ്പൊ കുട്ടിനെ ദ്രോഹിക്കുകയാണെന്ന് അതിന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. മറ്റൊന്ന് പറഞ്ഞത് മൃഗങ്ങളെ മുമ്പിൽ വെച്ച് ഒരിക്കലും അറക്കാൻ പാടില്ല. ഇതൊക്കെ ഇപ്പോഴാണ് ഇന്ന് പിന്നെ മൃഗങ്ങളോടുള്ള സാധാരണത്തിൽ നിന്ന് നിയമങ്ങളായി വന്നിട്ടുണ്ട്. ഇതൊക്കെ മുമ്പിൽ വെച്ച് മറ്റൊന്നിനെ അറക്കാൻ പാടില്ല. അത് എങ്ങനെയാ സാധിക്കുന്നത് ചിലപ്പോ ഡോക്ടറെ ചോദിക്കണം എന്ന് തോന്നുന്നുണ്ടാവും, അത് നടക്കുമെന്നുള്ളത്. പക്ഷെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പാടില്ല എന്നാണ്. അപ്പൊ അതിന് നമ്മൾ അതിൻ്റെതായിട്ടുള്ള വശത്തെ നമ്മൾ കാണേണ്ടതാണ്. അത് പാപമായിട്ട്
ഖലീഫത്തുൽ മസീഹ് സാനി എണ്ണുന്നു. ഇതിനു ശേഷമായിരുന്നു സാമൂഹികമായിട്ടുള്ള തിന്മകളെ കുറിച്ച് പറഞ്ഞത്. അതിൽ ഒരു നീണ്ട പട്ടിക തന്നെ അക്കാര്യത്തിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മലക്കുകളുമായി ബന്ധപ്പെട്ട തിന്മകൾ. ഇനി സാമൂഹികമായിട്ട് നാം ചെയ്യേണ്ട നന്മകളെ കുറിച്ച് ആണ് ലാസ്റ്റ്. ഇതിപ്പോ തിന്മകളെ കുറിച്ചാണ്, അതിനൊക്കെ മാറി നിൽക്കുക. അതേസമയത്ത് ഇനി നന്മകൾ എന്താണെന്ന് അറിഞ്ഞ് അത് ചെയ്യുകയും വേണം. അതായിരുന്നു കഴിഞ്ഞ ക്ലാസിന്റെ അവസാനം വരെ കൊണ്ടുപോയത്. അതില് 2 3 ബാക്കിയുണ്ടായിരുന്നു. അതില് സരള ജീവിതം എന്നതായിരുന്നു 31ാമത്തെ നന്മയായിട്ട് എടുത്തു പറഞ്ഞത്. അത് ഓർമ്മ കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നത് റസൂലുള്ളാഹി ഖാൻ സാഹിബിന്റെ ജീവിതത്തിലെ 1-2 അനുഭവങ്ങളും സരള ജീവിതത്തിൽ അത് മർഹൂം ഡോക്ടർ സാലി അലാവുദ്ദീൻ സാഹിബിന്റെ ഒരു റെയിൽവേ സ്റ്റേഷനുണ്ടായ അനുഭവം പറഞ്ഞിട്ടാണ് ക്ലാസ് നിർത്തിയിരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി. ഹുസൂർ പറയുന്നു, അപ്നി ഇസ്സത്ത് കാ ഹിഫാസത്ത് കർന, ഇസ്സത്ത് की हिफाजत करना, സ്വന്തം ഇസ്സത്ത് അവനവന്റെ അന്തസ്സുണ്ട് അതിനെ സംരക്ഷിക്കാൻ. നമുക്കൊരു അന്തസ്സ് അള്ളാഹ് തന്നിട്ടുണ്ട്, അതിനെ താഴ്ത്തിടാൻ പാടില്ല. അതിനെ താഴ്ത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കേണ്ട സ്ഥലത്തേ ഇരിക്കാവൂ. ഒരു സ്ഥലത്ത് അലമ്പാണ്, എല്ലാ വിധത്തിലും ഇസ്സത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ അവരെ കൂട്ടത്തിൽ പോയി ഇരിക്കാൻ പാടില്ല. ഇപ്പൊ കള്ളുടിയന്മാരെ മദ്യപാനികളുടെ കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ വളരെ നല്ല വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് നടക്കില്ലല്ലോ. അപ്പൊ അതുപോലെ നമ്മൾ ഇരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ഇരിക്കുക, നമ്മൾ സംസാരിക്കേണ്ടവനോട് സംസാരിക്കുക. അതിനും ഒരു ക്ലാസിഫൈ ചെയ്യാനല്ല, ഒരു കാറ്റഗറി തിരിച്ച് സംസാരിക്കാനെല്ലാം പറയുന്നത്. പക്ഷെ ആവശ്യമില്ലാത്ത ആളുകളുമായിട്ട് നമ്മൾ വളരെയധികം ഫ്രാങ്ക് ആണെന്നോ അതല്ലെങ്കിൽ അവരുമായിട്ട് വളരെയധികം സോഷ്യലാണെന്നോ അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇസ്സത്തിനെ കളയുന്ന വിധത്തിൽ ഒരിക്കലും ഇരിക്കരുത്. അത്തരം സ്ഥലങ്ങളിൽ ഖുർആന്റെ കൽപ്പന എന്താണ്? കണ്ട ഉടനെ എണീറ്റ് പോവുക. അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെടാത്ത സംഗതിയാണെങ്കിൽ അവിടുന്ന് എണീറ്റ് പോയിക്കോളാനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരുടെ നന്മകളെ കുറിച്ച് എടുത്തു പറയുക അതല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുക. ചിലപ്പോഴേ നമ്മളെ നന്മ നമുക്ക് അംഗീകരിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ വേറൊരാളെ നന്മ അംഗീകരിക്കാനൊരു മനസ്സ് വരില്ല. അത് ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ളത് ഇപ്പോഴത്തെ കാലത്ത്. പക്ഷെ നന്മ ഒരാളുടേതുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം. അതില്ലെങ്കിൽ അത് നന്മയാണ്, അതൊരു നന്മയാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ അതുമൂലം കിട്ടേണ്ട ആത്മസംസ്കരണം, അള്ളാഹുവിന്റെ സാമീപ്യം നമുക്ക് ലഭിക്കുകയില്ല. മറ്റൊന്ന്, എല്ലാ കാര്യങ്ങളിലും ഒരു മിതമായിട്ടുള്ള ഒരു സമസന്തുലിതാവസ്ഥ, ബാലൻസ് പാലിക്കുക. ഖുർആൻ എടുത്ത് പറയുന്നു, വസമാ റഫഅഹ വവളഅൽ മീസാൻ, ആകാശത്തെ നാം ഉയർത്തിയത് മീസാൻ, ബാലൻസ് വെച്ചുകൊണ്ടാണ്. അത് ഖുർആൻ നമ്മോട് അത് പറയുന്നത്. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്റെ തഫ്സീരി നോട്ട്സ് കൊടുക്കുന്ന സ്ഥലത്ത് പറയുന്നത്, വ്യാഖ്യാനത്തിന്റെ അടിയിൽ നോട്ട്സ് കൊടുക്കുന്നത്, ലോകത്തുള്ള എല്ലാ ഉയർച്ചയും ബാലൻസിലുണ്ടാവും. മതത്തിന്റെ കാര്യത്തിൽ പോലും ബാലൻസ് ചെയ്യാം. അല്ല അതന്നെ ഒരു എന്തോസിയാസായിട്ട് എടുത്ത് നടന്നിട്ട് വേറെ ഒന്നും ചെയ്യാതെ നടക്കാതല്ല. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ ഒരാളെ കുറിച്ച് റസൂലുള്ളാഹി കേൾക്കുകയാണ്, അയാൾ പകല് മുഴുവൻ നോമ്പെടുക്കുകയും രാത്രി മുഴുവൻ നഫ്ൽ നിസ്കരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ നഫ്സിന്റെ മുകളിൽ നിനക്ക് ചില ഹക്കുകളുണ്ട്, അതിന്റെ അവകാശങ്ങളുണ്ട്, നിന്റെ ശരീരത്തിന് ചില അവകാശങ്ങളുണ്ട്, അത് നീ കൊടുത്തേ പറ്റും. കൂടുതൽ നോമ്പെടുക്കണമെങ്കിൽ നീ ഒരു ദിവസം നോമ്പെടുത്ത് ഒരു ദിവസം നോമ്പെടുക്കാവൂ. അത്രയും കൂടുതൽ അയ്യൂബ് നബിയുടെ നോമ്പായതായിരുന്നു കുറച്ചു കാലം, അങ്ങനെ വേണേൽ ചെയ്യാം. അതേപോലെ നിന്നെപ്പോലെ തന്നെ ഞാനും നിസ്കരിക്കുന്നുണ്ട്, ഞാനും നോമ്പ് വെക്കുന്നുണ്ട്. ഖൈറുൽ ഉമൂരി ഔസത്തിഹ, ഏറ്റവും നല്ല കാര്യങ്ങൾ മധ്യനിലയിൽ ചെയ്യുന്നതാണ്. അത് നന്മയാണ് ഏതൊരു കാര്യത്തിലും. നമ്മൾ തഹജ്ജുദ് നമസ്കരിക്കുന്നത് തന്നെ എല്ലാ ദിവസവും 8 റക്അത്ത് നമസ്കരിക്കുകയാണെങ്കിൽ നല്ലത്. അല്ല ഒരു ദിവസം 4, പിന്നെ 8 ദിവസം, പിന്നെ 15, 25 അങ്ങനെ നമസ്കരിച്ചിട്ട് കാര്യമില്ല.
എല്ലാ കാര്യത്തിലും ഒരു മധ്യനില നമുക്കുണ്ടായിരിക്കണം. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും, പിന്നെ ചെലവഴിക്കുന്ന കാര്യത്തിലും, മറ്റുള്ളവർ കാണിക്കുന്ന സ്നേഹത്തിന്റെ കാര്യത്തിലും, സംസാരത്തിന്റെ കാര്യത്തിലും, ഏത് കാര്യത്തിലും വളരെ പ്രധാനമായിട്ട് നമ്മുടെ ഉയർച്ചയുടെ ഒരു നിദാനമായിട്ടാണ് അതിനെ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. 34 നന്മകളാണ് ഖലീഫത്തുൽ സാനി ചർച്ച ചെയ്തത്. ഇനി അടുത്ത ഭാഗം, ഇത് ഇത്രയും പറഞ്ഞത് നമ്മളെ കുറിച്ച് ബാധിക്കുന്നതാണ്. 34 നന്മകളും നമ്മളെ വ്യക്തിപരമായ ജീവിതത്തെ ബാധിക്കുന്നതാണ്. ഇനി മറ്റുള്ളവരെ കൂടി ബാധിക്കുന്ന നന്മകളിലേക്കാണ് കടക്കുന്നത്. അതിലൊന്ന് മലക്കുകളെ ബാധിക്കുന്ന നന്മയെക്കുറിച്ച്. മലക്കുകളെ ബാധിക്കുന്ന, മലക്കുകൾക്കെതിരായിട്ട് ബാധിക്കുന്നതല്ല. മലക്കുകളെ പല നിശ്ചയിച്ച സൃഷ്ടികളുണ്ട് നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടി. അവരെ ബാധിക്കുന്ന എന്ന് പറഞ്ഞാൽ അവര് മുഖേന നമുക്ക് കിട്ടേണ്ട നന്മ ഇല്ലാതായി പോകും. ഇപ്പൊ ഉള്ളി തിന്ന് പള്ളിയിൽ വരരുതെന്ന് പറഞ്ഞു, പച്ച ഉള്ളി കഴിച്ചിട്ട് പള്ളിയിൽ വരരുതെന്നാണ്. അപ്പോൾ മലക്കുകളെ ബാധിക്കുന്നതാണ്. അതിന്റെ അർത്ഥം മലക്കുകൾക്ക് എന്തോ പറ്റിയെന്നല്ല, മലക്കുകൾ നമ്മളെ അടുത്തുനിന്ന് പോകും, അത്രേ ഉള്ളൂ. നമുക്കാണ് ഡയറക്റ്റ് ബാധിക്കുന്നത്. അപ്പൊ മലക്കുകളുമായി ബന്ധപ്പെട്ട എന്ന് നമുക്കതിന് ഭാഷാന്തരം ചെയ്യാം. മലക്കുകളുമായി ബന്ധപ്പെട്ട ഒന്ന് ദിക്ർ ഇലാഹി ചെയ്യുക എന്നാണ് നന്മ. അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുക. അവിടെ അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ടാവും. അതെവിടെ സ്മരിച്ചാൽ, നമ്മൾ എവിടെ വെച്ച് അള്ളാഹുവിനെ കുറിച്ച്, ഇപ്പം വെറുതെ ഡ്രൈവ് ചെയ്യുമ്പോഴും നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. പെട്ടെന്ന് ഉറക്ക് വരുന്ന ആൾക്കാരുണ്ട്, ഡ്രൈവ് ചെയ്യാൻ മടുപ്പ് വരുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഏറ്റവും നല്ല സംഗതിയാണ് അള്ളാഹുവിനെ സ്മരിക്കുക. ദിക്റുകൾ ചൊല്ലണം എന്ന് തന്നെ നിർബന്ധമില്ല. അത് ചൊല്ലാൻ അറിയുന്നവർ ചൊല്ലിക്കൊണ്ടും അതിന്റെ അർത്ഥങ്ങളിൽ പിന്നെ ആഴ്ന്നു ചെന്നുകൊണ്ടും ആലോചിച്ചുകൊണ്ടും ദിക്ർ ചെല്ലുക. അതെപ്പോഴും ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. ഞാൻ എൻ്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പിന്നെ എൻ്റെ ഉപ്പാന്റെ ജ്യേഷ്ഠന് ചെവിട് കേൾക്കൂലായിരുന്നു. അപ്പോൾ തബ്ലീഗ് ചെയ്യാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് വായ് കൂടിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. വലിയ ഭാരം തലയിലേറ്റി പോകുമ്പോഴും ഒന്നുകിൽ യാസീൻ ഓതുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിൽ സലാത്ത് ഓതുന്നുണ്ടാവും. ഒരാളോടും വേണ്ടാത്ത എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞതായിട്ട് ജീവിതത്തിൽ നാട്ടിൽ ഒരൊറ്റ ആൾക്കും ഒരു ഉദാഹരണം എടുത്ത് കാണിക്കാൻ കഴിയില്ല. ആ വായിന്റെ ശുദ്ധത അതായത്. വേണ്ടാത്തൊരു വർത്തമാനം മക്കളോടോ ഭാര്യനോടോ വേറെ ആരോടെങ്കിലും പറഞ്ഞതായിട്ട് നമുക്ക് ചാലഞ്ച് ഉണ്ട്. ഒരാളോട് അയാൾ അങ്ങനത്തെ ഒരു സംസാരം അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അതിന് കാരണം ദിക്ർ ഇലാഹിയുടെ ബർക്കത്ത്, അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ കൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പൊ കഴിയുന്നതും സമയത്തിന്റെ ഒരു വലിയ നന്മ, അതായത് മലക്കുകളെ കൂടെ പിടിക്കാനുള്ള ഏറ്റവും വലിയൊരു നന്മയാണ് ദിക്റിൽ മുഴുകിയിരിക്കുക. അത് ഏത് വിധത്തിലുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ആണെങ്കിലും അല്ലാഹു അക്ബർ ആണെങ്കിലും അതിന്റെ അർത്ഥം എന്താണ്, അത് എന്റെ ജീവിതമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ആലോചിക്കുമ്പോൾ മനസ്സലിയുവാനും വളരെ അനുഭൂതി നിർഭരമായിട്ടുള്ള ഒരു ജീവിതത്തിനും അത് കാരണമായി തീരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് മുസ്ലിം കിതാബു ദിക്ർ ബാബു ഫീ ഫദ്ലിൽ മജ്ലിസുൽ ദിക്ർ എന്ന അധ്യായത്തിൽ വന്നിട്ടുള്ളത്. എവിടെയാണോ ദിക്ർ ചെയ്യപ്പെടുന്നത് അവിടെ മലക്കുകൾ കൂട്ടം കൂട്ടമായി കൈപിടിച്ച് നിൽക്കുന്നു. അതിന് ഉറുദുവിൽ ഹൽക്ക ഡാൽന എന്ന് പറയും. അത് കൈകൂട്ടി കോർത്ത് നിൽക്കുമ്പോൾ, പിന്നെ കബഡി കളിക്കുമ്പോഴേ ചെയിൻ ഇടാറ് തിരിച്ചു വരുന്ന ആൾക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട്, ഇതേപോലെ അവരെ മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയിൻ ഇട്ട് നിൽക്കും മലക്കുകൾ, അവരുടെ കൂടെ സഹായത്തിന് വേണ്ടി നിൽക്കും എന്നാണ് വിശുദ്ധ ഹദീസുകളിൽ കാണുന്ന ഒരു പ്രതിപാദ്യം. തഹാറത്തെ സാഹിൽ, അതായത് ബാഹ്യമായിട്ടുള്ള വിശുദ്ധി. ഇത് പല ആംഗിളിലും ചർച്ച ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ബാഹ്യമായിട്ടുള്ള വിശുദ്ധി ഉള്ള സ്ഥലങ്ങളിലും മലക്കുകൾ ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് പള്ളിയിൽ പോകുമ്പോൾ പിന്നെ സുഗന്ധം ഉപയോഗിക്കാനും പള്ളികളിൽ സുഗന്ധം ഉപയോഗിക്കണമെന്നും ഒക്കെ, അവിടെ ബാഹ്യമായിട്ടുള്ള വിശുദ്ധി എപ്പോഴും നിലനിർത്തണമെന്നും ഒക്കെ പറയാനുണ്ടായ കാരണം മലക്കുകളുടെ സാന്നിധ്യമാണ്. അപ്പൊ നമ്മൾ പള്ളിയിൽ വിശുദ്ധി ഇല്ലെങ്കിൽ, അവിടെ ബാഹ്യമായിട്ടുള്ള വിശുദ്ധി ഇല്ലെങ്കിൽ, അവിടെയുള്ള മലക്കുകളെയാണ് നമ്മൾ ആട്ടിവിടുന്നത്. അവരുടെ ആ സഹായം നമുക്ക് നഷ്ടപ്പെടും. ഇനി ഇതേപോലുള്ള മലക്കുകളുടെ പലതും വളരെ നീണ്ട ഒരു പട്ടികയാണ്. അത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. നമ്മളെ കൂടെ നമ്മളുടെ എല്ലാ സഹായത്തിനുള്ളത് മലക്കുകളാണ് എന്ന് ഒറ്റ വാക്കിൽ ഞാൻ പറയാം. നമ്മുടെ ഓരോ അണുക്കളെയും പ്രവർത്തിപ്പിക്കുന്നത് മലക്കുകളാണെന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം
അത് ശാസ്ത്രീയമായിട്ട് അംഗീകരിക്കുന്ന വിധത്തിലാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. തന്നെ അതിനെ കമാലത്തെ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിലും ഹഖീഖത്തുൽ വഹീലും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഖലീഫത്തുൽ മസീഹ് സാനിയുടെ ഒരു ഗ്രന്ഥം മലായിക്കത്തുള്ള എന്ന് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു ഗ്രന്ഥം മലായിക്കത്തുള്ള എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നത് എൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ടഫ് അതാണ്, അത് കഴിഞ്ഞിട്ട് ഇതാണെന്നാണ്, അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതാണെന്നാണ്. പക്ഷേ എനിക്ക് ഇതിനേക്കാൾ സരളമായിട്ടാണ് അത് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അത് കുറച്ചുകൂടെ ഓർക്കാൻ എളുപ്പമുണ്ട്. ഏതായാലും അത് മറ്റൊരു സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഇവിടുന്ന് തിരിച്ചു പോവാം. ഇനി മറ്റുള്ള മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട നന്മകൾ, ആ നന്മകളും ഒരു വലിയ പട്ടികയാണ്. അത് എത്രയും പെട്ടെന്ന് തീർക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് അതിൽ വരുന്നത് അദ്ൽ അഥവാ നീതിയാണ്. ഏതൊരാളോടും നമ്മൾ പാലിക്കേണ്ടത് നീതിയാണ്. നീതിക്കെതിരായിട്ട് ശത്രുവിനോട് പോലും അനീതി കാണിക്കാൻ പാടില്ലെന്ന് ഖുർആൻ എടുത്ത് പറയും. നീതിയുടെ കാര്യത്തിൽ മക്കളോട് നീതി ഏതുവരെന്ന് വെച്ചാൽ, ഒരു മകനോട് നമ്മൾ 2 മക്കളുണ്ടെങ്കിൽ ഒരു മകനോട് എങ്ങനെയാണോ സ്നേഹം കാണിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ മറ്റൊരുത്തനോട് കാണിച്ചിട്ട് ഈ മകന് വേദന ഉണ്ടാക്കുകയാണെങ്കിൽ അത് അനീതിയാണ്. ഒരു മകളോട് സാധാരണ ചില ഉമ്മമാർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഒരു മകളോട് കുറച്ച് കൂടുതൽ സ്നേഹം ഉണ്ടാവും, മറ്റുള്ളവരോട് കുറച്ച് കമ്മി ഉണ്ടാവും. ആ ഉമ്മ അള്ളാന്റെ അടുത്ത് പോയിട്ട് ഉത്തരം പറയേണ്ടി വരും. മറ്റൊന്ന്, ആ കുട്ടിനെ ശത്രുവാക്കി മാറ്റം ചെയ്യും. ഈ അധിക സ്നേഹം കാണിക്കുന്ന കുട്ടിയെയും സ്നേഹം കുറവ് കാണിക്കുന്ന കുട്ടിയെയും പരസ്പരം ശത്രുക്കളാക്കി മാറ്റും. കണ്ടാൽ കൊല്ലണം എന്ന നിലയിൽ ഇങ്ങനെയുള്ളൊരു കാരണത്താൽ ഒരു കുട്ടിക്ക് സുഖമില്ലാതെ, അപ്പൊ ആ കുട്ടിനോട് ഭയങ്കര സ്നേഹമാണ് ഉമ്മ കാണിക്കുന്നത്, ഉമ്മിപ്പിയും കാണിക്കുന്നത്. ഒന്നിന് പ്രശ്നമൊന്നുമില്ല, അതിനോട് അങ്ങനെ കാണിക്കാറില്ല. ഈ ഒരു കാരണം മറ്റേ കുട്ടി മാനസിക രോഗിയായിട്ട് രണ്ടിനെയും 2 വീട്ടിൽ താമസിപ്പിക്കേണ്ടി വന്നത് എനിക്ക് അനുഭവമുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ജമാഅത്തിൽ തന്നെ. കാരണം കണ്ടാൽ മറ്റേ കുട്ടി കൊല്ലും, കത്തി എന്ത് കിട്ടിയാലും എടുത്തിട്ട് പോയി വെട്ടാൻ നോക്കും. അതിന് മാനസിക രോഗമായിപ്പോയി. അവനോടുള്ള സ്നേഹം അധികം കാണിക്കുന്ന എന്നോട് കാണിക്കുന്നില്ല, അപ്പൊ ഇവനാണ് എൻ്റെ മുമ്പിലുള്ള ശത്രു എനിക്കുള്ളത് എന്ന് അവന് തോന്നൽ. അത് രോഗിയായി മാറി അതിന് മരുന്നും ചികിത്സയൊക്കെ കൊടുക്കേണ്ടി വന്നു. ഇപ്പൊ പ്രശ്നമില്ല, ഇപ്പൊ നല്ല നിലക്കാണുള്ളത്. പക്ഷേ അത് കുട്ടികളുടെ ഇടയിലാണെങ്കിലും അനീതി നമ്മൾ കാണിക്കാൻ പാടില്ല. ഒരാളോടും അനീതി കാണിക്കാൻ പാടില്ല. നീതി കാണിക്കുക എന്നുള്ളത് പിന്നെ നന്മയുടെ പ്രഥമ സ്റ്റേജായിട്ടാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്. 1400 കൊല്ലമായിട്ട് 2ാമത്തെ ഖുത്ബയിൽ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അള്ളാഹു അദ്ലിനെ കുറിച്ച് നിങ്ങളോട് ഉപദേശിക്കുന്നു എന്ന് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിലെ 2ാമത്തെ ഖുത്ബയിൽ ഒറ്റ വെള്ളിയാഴ്ചയും മുടങ്ങാതെ, മറ്റേ ഖുത്ബ മാറും 2ാമത്തെ ഖുത്ബ മാറില്ല, മുടങ്ങാതെ പറഞ്ഞു വരുന്ന ഒരു വാക്കാണിത്. 2ാമത്തേത് ഇഹ്സാൻ, ഔദാര്യം ചെയ്യുക. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളോട് ചെയ്യുന്നതിന് അത്ര തന്നെ കൊടുക്കുക എന്നുള്ള നീതിയാണ്. അവിടുന്ന് കുറച്ചുകൂടി കൂടുതൽ കൊടുക്കുക. ഉദാഹരണമായിട്ടൊരു ആള് ഒരു നിശ്ചിത സംഖ്യ നമ്മുടെ കയ്യിൽ തരുന്നു, അതയാൾക്ക് പിന്നെ അതിനുള്ളൊരു സാധനം നമ്മൾ തൂക്കി കൊടുക്കുകയാണെന്ന്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് എന്താണ്? കറക്റ്റ് തൂക്കം വെക്കുക, അതിലൊരു മാറ്റം വരാതെ കറക്റ്റ് ബാലൻസിൽ വെക്കുക. അതിനുശേഷം ഒരു ചെറിയ സാധനം കൂടി എടുത്തായിക്കിട്ട് അപ്പോൾ ലേശോടെ മുമ്പോട്ടായി. അതാണ് ഇഹ്സാൻ. അത് നമ്മൾ കാണിക്കുന്ന ഔദാര്യമാണ്. അപ്പൊ ഏതൊരാളോടും നമ്മളോട് ഇങ്ങോട്ട് കാണിച്ച നീതി മാത്രമല്ല, അതിന്റെ അപ്പുറം കടന്നു ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ നമ്മൾ പിന്നെ ഔദാര്യവും കാണിച്ചിരിക്കണം. വേറെ ഒന്ന്, ഔദാര്യത്തിന് നന്ദി ഉണ്ടായില്ല. അതും ഒരു നന്മയാണ്. ആ നന്മ അല്ലെങ്കിൽ നമുക്ക് അള്ളാഹനെ കിട്ടൂല. ഇതൊക്കെ സംഭവം എന്താണ്? അള്ളാഹനെ കിട്ടൂല, ആ ഭാഗം നമ്മളത് മരിച്ചു പോകും. ഔദാര്യം നമ്മളോട് ഒരാൾ കാണിച്ചാൽ അതിന് നന്ദി, എപ്പോഴും ഒരു നന്ദിബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. മറ്റൊന്ന് സഫായി പസന്ത്, അതായത് ശുദ്ധതയെ ഇഷ്ടപ്പെടുക. അത് ചില ആൾക്ക് അവിടെ ഇരിക്കുന്നവർ അവിടെ ഇരുന്നോളൂ, എന്താണെന്ന് നോക്കില്ല, അതൊന്നും പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നമ്മൾ എവിടെയാണെങ്കിലും ഇരിക്കുന്നതും നിൽക്കുന്നതും കിടക്കുന്നതും സ്ഥലങ്ങളൊക്കെ ശുദ്ധത ഇഷ്ടപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ രസകരമായിട്ടുള്ള ചില സുന്നത്തുകളുണ്ട്. വൈകുന്നേരം ചെന്നാൽ എപ്പോഴാണെങ്കിലും ബെഡ്ഷീറ്റ് എടുത്ത് കൊടയാതെ, അത് രണ്ടാമതൊന്നും വിരിക്കാതെ റസൂൽ തിരുമേനിയിൽ കിടക്കാറില്ല. എപ്പോഴാണെങ്കിലും അതൊന്നും എടുത്ത് വിരിക്കും, തട്ടിക്കൊട്ടി അതിൽ കിടക്കും. ഈ അടുത്ത സമയത്തൊരിക്കൽ ഈ സുന്നത്ത് നമ്മൾ ബോർഡിങ്ങിന്, അതായത്
പിന്നെ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്തെ, ജാമ്യയിൽ പഠിക്കുന്ന സമയത്തെ ഞങ്ങൾ പാലിച്ചു വരുന്നതാണ്. അടുത്തൊരു ദിവസം ഞാൻ പെട്ടെന്ന് ആ സുന്നത്ത് പാലിക്കണമല്ലോ കിടക്കുമ്പോഴെന്ന് വിചാരിച്ചിട്ട് വെറുതെ തട്ടും. പിടിച്ചു കൂടെ നമ്മളെ കട്ടിലും ചിലപ്പോൾ നമ്മളെ പറ്റിക്കണമെന്നില്ല. അപ്പോൾ എടുത്തൊന്നും തട്ടാറുണ്ട്. അങ്ങനെ തട്ടുമ്പോൾ ഒരു ആണി കയ്യിൽ വെക്കും. ആരൊരാൾ ഒരാണി കൊടുന്ന് നമ്മൾ പിന്നെ ഇതിൽ തറച്ചു വെക്കുന്ന ആണി, ഈ നോട്ടീസ് ബോർഡിലൊക്കെ തറച്ചു വെക്കുന്ന ആണി, അത് വെച്ചിരിക്കുകയാണ്. ആര് വെച്ച കുട്ടികൾ വെച്ചതെന്ന് അറിയില്ല. അഥവാ ആ സുന്നത്ത് ഞാൻ പാലിച്ചിട്ടില്ലായിരുന്നു, മുതുകത്ത് തറക്കുമായിരുന്നു കിടക്കുന്നത്. ഭാഗ്യത്തിന് കയ്യിൽ ചെറുതായിട്ട് തട്ടി ഉടനെ എടുക്കുകയും ചെയ്തു. ഇവിടെ വെച്ചല്ല കൈത്താൻ വെച്ചു. ഇവിടെ ആരാടാ മനുഷ്യൻ്റെ അതിൽ ഇട്ടെന്ന് ചോദിച്ച് നടക്കണ്ട, കൈത്താൻ വെച്ചാണ് സംഭവിച്ചത്. കുട്ടികൾ ആരോ കൊടുന്ന് കളിച്ചപ്പെട്ടതായിരിക്കും. അപ്പം പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് അത്ര ഈ ഒരു പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ചെറിയ മാതൃകകൾ ഈ ശുദ്ധതയെ എപ്പോഴും പരിഗണിച്ചുകൊണ്ടുള്ളതായിരുന്നു. സാധാരണ ഇപ്പൊ തോർത്ത് എല്ലാവരും അബുൽ ഹസാന്റെ കയ്യിൽ എപ്പോഴും ഒരു തോർത്തുണ്ടാവും. നമ്മളാരെങ്കിലും തോർത്ത് കൊടുത്ത് അത് വാങ്ങില്ല. ഞാൻ പല പ്രാവശ്യം പരീക്ഷിച്ചു നോക്കിയാണ്. അതില് ഞാൻ കണ്ട കുറെ ആൾക്കാരിൽ എനിക്ക് ഏറ്റവും ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ് മൗലവി അബുൽ ഹസാൻ മർഹൂം. അതായത് ബാഗിൽ എപ്പോഴും ഒരു തോർത്തുണ്ടാവും. നമ്മളൊരു തോർത്ത് കൊടുത്ത് അതോട്ട് തുടക്കില്ല. അതുകൊണ്ട് തന്നെ തുടക്കുള്ളൂ. അതിനിട്ട് തുടച്ചു കഴിഞ്ഞിട്ട് അപ്പം തന്നെ എടുത്ത് ഉണക്കുക എവിടെയെങ്കിലും വെള്ളം തന്നെ. ഒരു ദിവസം ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്ന് സഹായിക്കാം എന്ന് വിചാരിച്ചു. ഒരു ചെറിയ 1-2 സാധനങ്ങൾ അദ്ദേഹം അലക്കുന്നത്. അപ്പോൾ ഞാൻ സഹായിച്ചു കഴിഞ്ഞ് അതിന് ശേഷം അതെടുത്തിട്ട് ഇങ്ങനെ മണത്തു. അപ്പോൾ അതിൽ സോപ്പിന്റെ ചെറിയ മണുണ്ട്. അതിൽ കൊണ്ടുപോയിട്ട് രണ്ടാമത് അലക്കി അദ്ദേഹം. അത് നമ്മളവിടെയൊക്കെ സോപ്പിന്റെ ചെറിയ നമ്മളെ റിൻ സോപ്പ് ഇതൊക്കെ ഉപയോഗിച്ചാൽ എത്ര തന്നെ അലക്കിയാലും അതിന്റെ ചെറിയൊരു മണമുണ്ടാവും. അതും പോകുന്നവരെ അലക്കിയിട്ടുള്ളൂ സാധനം ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു പിന്നെ നഫാസത്ത് പസന്തി, ആ ശുദ്ധതയോടുള്ള ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിച്ച ആളുകളിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. സഹാവത്ത് എന്ന ധർമ്മിഷ്ഠത. അതായത് പിന്നെ നമ്മൾ ആരെങ്കിലും കഷ്ടപ്പെടുന്നവരും കഷ്ടപ്പെടാത്തവരും അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം എല്ലാവർക്കും ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ധർമ്മിഷ്ഠത എന്ന് സാധാരണ ഇതിൽ പറയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വഫാദാരി എന്ന് പറഞ്ഞാൽ കൂറു പുലർത്തുക. അതിന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു കഥയുണ്ട് മൽഫൂദാത്തിൽ വന്നത്. ഒരു വലിയുള്ള ഒരു സ്ഥലത്ത് ഇരിക്കും. അള്ളാഹു അദ്ദേഹത്തിന് ദിവസം ഭക്ഷണം അങ്ങോട്ട് എത്തിക്കാറുണ്ട്. ഒരു ദിവസം ഭക്ഷണം എത്തിയില്ല, പട്ടിണിയായി. രണ്ടാമത്തെ ദിവസം എത്തിയില്ല, അന്നും പട്ടിണി. മൂന്നാമത്തെ ദിവസം എത്തിയിട്ടില്ല, അദ്ദേഹം എണീറ്റിട്ട് വിഷമം സഹിക്കാൻ കഴിയായിട്ട് വേറെ എവിടെ പോയിട്ട് ആരോടും ചോദിച്ചൊക്കെ ഭക്ഷണം എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇദ്ദേഹത്തിന്റെ അടുത്തൊരു നായ ഇരിക്കാറുണ്ടായിരുന്നു. നായ 3 ദിവസം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഇരുന്ന്. അദ്ദേഹം പുറത്തു പോയപ്പോൾ കൂടെ എണീച്ചിട്ട് പോയി. ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് 3 റൊട്ടി കൊടുത്ത് ആ 3 റൊട്ടിയിട്ട് വരുമ്പോൾ നായ വട്ടം തിരിഞ്ഞു. അതിന് വേണമല്ലോ, അതിന് വിശന്നിട്ടാണ്. അതിലൊരു റൊട്ടി നായന് കൊടുത്ത് അതിന്റെ കറിയും കൊടുത്ത് നായ തിന്നിട്ട് വീണ്ടും ചുറ്റാൻ തുടങ്ങി. അപ്പം ശരി, നായന്റെ പകുതി ഉണ്ടാവും പ്രശ്നം വെച്ചതെന്ന് വിചാരിച്ച് പകുതി മുറിച്ചിട്ട് കൊടുത്തു. അത് തിന്നിട്ട് വീണ്ടും നായ ചുറ്റാൻ തുടങ്ങി. അപ്പോൾ ഒന്നവിടെ വെച്ച് ബാക്കി കൊടുത്ത്. പക്ഷെ നായ വിട്ടില്ല, ഇയാളെ നടക്കാൻ സമ്മതിക്കില്ല. അവസാനം ഇയാൾ പറഞ്ഞാൽ അവനക്ക് നാണല്ലേ, എനിക്ക് കിട്ടിയത് 3 റൊട്ടിയിൽ 2 നിനക്ക് തന്നു, 1 ഇന്നെ തിന്നാൻ അനുഭവിച്ചൂടെ എന്ന് വെച്ച്. ഉടനെ തന്നെ ആ രംഗം കശ്ഫിയായി മാറുന്നു. നായിന് സംസാരിക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം കാണുന്നത്. നാണം നിനക്കാണില്ലാത്തത്. 3 ദിവസം പട്ടിണി കിടന്നിട്ടും ഞാൻ വേറെ ഒരാളെടുത്ത് പോയിട്ടില്ല, നിന്നോടാ ചോദിച്ചിട്ടുള്ളൂ. നീ 3ാമത്തെ ദിവസം നിനക്ക് എൻ്റെ റബ്ബ് എല്ലാ ദിവസവും കൊണ്ടു തന്നു, 3ാമത്തെ ദിവസം നീ എണീറ്റ് വേറെ എടുത്തുകൊണ്ട് ചോദിച്ചില്ലെന്ന് വെച്ചു. അപ്പോൾ നായിൻ്റെ ആ വഫാദായി കൂറുപുലർത്തുന്ന സ്വഭാവം, നായനിട്ട് ചവിട്ടിയാലും മൈന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഓടിയിട്ട് തിരിച്ചു വാലാക്കിയിട്ട് വരും. ഒരു പ്രാവശ്യം വർഷം കൊടുത്താൽ ആ ഒരു സ്വഭാവം നമുക്ക് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ജമാഅത്ത് നിസാമിനോടും നമ്മുടെ സുഹൃത്തുക്കളോടും ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും രസമുള്ള സംഗതിയാണ്. ആരോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിലും ഫ്രണ്ട്ഷിപ്പിൽ അവിടെയാണ് പരീക്ഷിക്കപ്പെടുക. ഒരാളെ കഷ്ടപ്പെടുന്ന സമയത്ത് അയാളുടെ കൂടെ നിൽക്കാൻ കഴിയുമെങ്കിൽ അതാണ് വഫാദാരി. ആ സമയത്ത് ഇഷ്ടപ്പെടുന്ന സമയത്തൊക്കെ നിൽക്കുക, കഷ്ടപ്പെടുന്ന സമയത്ത് ദുഷ്ടന്മാരി മാറി നിൽക്കുക, ഇത് വഫാദാരി. അത് എല്ലാ സ്ഥലങ്ങളിലും അത് നന്മയാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അവന്റെ സാമീപ്യം ലഭ്യമാകുന്നതിന് കാരണമാകുന്ന ഒന്നാണ്. റഹം കർണ അമലൻ, അത് കരുണ ചെയ്യുക. അതങ്ങനെ
കർമ്മ രംഗത്ത്, അല്ല വെറുതെ കരുണ ചെയ്യല. കരുണ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരാളോട് എന്ത് കരുണ ചെയ്യുമ്പോഴും അത് ചെയ്ത് കാണിക്കും. അത് അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെടുന്ന, അതായത് അങ്ങനെ കരുണ ലാ യർഹമുല്ലാഹു അല്ലാ യർഹമുന്നാ, ജനങ്ങളോട് നന്മ ചെയ്യാത്തവനോട് അള്ളാഹും കരുണ ചെയ്യാത്തവനോട് അള്ളാഹും കരുണ ചെയ്യുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. അതിപ്പോ ഒരു കുട്ടിയെ അടിക്കുകയാണെങ്കിലും ചീത്ത പറയുകയാണെങ്കിലും ഒക്കെ അതിൽ പെടും. നമ്മളെ കുട്ടികളെ തന്നെയാണ് അടിക്കാൻ, കരുണയിൽ നിന്ന് വിട്ടിട്ട് അടിക്കാൻ പാടില്ല. ഒരാളെ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും കരുണയുടെ പരിധികളെ ഉല്ലംഘിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നീങ്ങാൻ പാടില്ല. ദോസ്താന നന്മകൾ ഹുദൂർ വളരെ ചകഞ്ഞാണ് കാണുന്നത്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഗാധമായിട്ടുള്ള അജ്ഞാനം. ദോസ്താന പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വെക്കുക, എല്ലാവരോടും ഒരു ഫ്രണ്ട്ഷിപ്പ് മനോഭാവം. അത് ഒരു നന്മയാണ്, അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്. ചില ആളുകൾ നമുക്ക് ഫ്രണ്ട്സേ ഇല്ലെന്ന് വലിയ കാര്യമായിട്ട് പറയില്ല. അതേസമയത്ത് ചില ആളുകൾ എന്താ പറയുന്നത്, ഫ്രണ്ട്സേ ഉള്ളൂ, ശത്രുക്കൾ ആരുമില്ല. അപ്പം വാസ്തവത്തിൽ ഫ്രണ്ട്ഷിപ്പ് ആളുകളോട് വെക്കുക എന്നുള്ളത് അത് നല്ല നിലയിൽ, അല്ല ഫ്രണ്ട്ഷിപ്പ് തിന്മക്കല്ല, നന്മയുടെ പേരിൽ അതും നന്മയാണ്. ഹെലും ഹെലും എന്നതിന് ദയാനന്ദമാണ് മലയാളത്തിൽ പറയാറുള്ളത്. അതിന്റെ ശരിക്കുള്ള വിവക്ഷ അതുകൊണ്ട് ഒരാളൊരു തെറ്റ് നമ്മളോട് ചെയ്താൽ, അല്ലെങ്കിൽ ഒരാൾ നമ്മളോടല്ല ആരോടെങ്കിലും തെറ്റ് ചെയ്യാം, അത് ചെയ്താൽ അയാളിലുള്ള നന്മകളെ പരിഗണിച്ചുകൊണ്ട് അതിനെ നമ്മൾ ഒഴിവാക്കുക. ഇതത്ര എളുപ്പമുള്ള പണിയല്ല. സാധാരണ ഈ ഈച്ചട പോലെ തിന്മ മാത്രം തെരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് തീരെ സാധിക്കില്ല. നിങ്ങൾ എത്ര കുളിച്ച് നന്നായിട്ട് ഡ്രസ് ചെയ്ത് നല്ലോണം പെർഫ്യൂം അടിച്ച് വന്നിരുന്നു നോക്കും, കാലും ഒരു മുറി ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഈച്ചയിരിക്കുള്ളൂ, വേറെ അവിടെ ഇരിക്കില്ല. അതേപോലെ ചില ആളുകൾ ഒരുപാട് നന്മകൾ ചെയ്ത ഒരാളായിരിക്കും, എന്തെങ്കിലും തെറ്റ് ചെയ്ത ഉടനെ തന്നെ അതിന്റെ പിന്നാലെ പോകും. അത് ഹെലും എന്നതിനെതിരാണ്. നമ്മളുടെ സ്വന്തം ഫ്രണ്ട്സ് തന്നെ പലപ്പോഴും നമ്മളോട് അകൃത്യങ്ങൾ ചെയ്തെന്നിരിക്കും, പക്ഷെ ഒരുപാട് നന്മകൾ ഉള്ളതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ തന്നെ കണക്കൂട്ടണം. ഒരു തെറ്റല്ലേ ചെയ്തുള്ളൂ, സാരല്ല പോട്ടെന്ന് വിചാരിക്കണം. ഈ ഒരു ഗുണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വളരെ വലിയൊരു നന്മയാണ്. ഈസാർ അഥവാ ത്യാഗമനോഭാവം അതെല്ലാ സ്ഥലത്തുണ്ടാവും. അത് ത്യാഗം ഞാൻ ചെയ്യുകയാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആനയാണെന്ന് ബോർഡിൽ വരച്ചിട്ട് ഇത് അത്ര വലിയതാണ് ആന എന്ന് ഒരാൾ വരച്ചിട്ട് എത്ര വരച്ചിട്ട് കൊടുക്കുക. അതേപോലെ ഈ കർമ്മങ്ങളെ ഒരാളോട് പറഞ്ഞു കൊടുക്കലല്ല, ചെയ്ത് കാണിക്കുമ്പോൾ തന്നെ. ആന കാട്ടിക്കൊടുത്ത് അത് ആനയാണെന്ന് പറയും പോലെ ബോർഡിൽ വരച്ച് വലുതാക്കിയിട്ട് ആനയാണെന്ന് വരച്ചിട്ട് കാട്ടിക്കൊടുക്കുന്നില്ല. അതേസമയത്ത് ത്യാഗ മനോഭാവത്തെക്കുറിച്ച് വർത്തമാനം പറയലല്ല, ത്യാഗം ചെയ്യേണ്ട സ്ഥലത്ത് ത്യാഗം ചെയ്യണം. അപ്പോഴാണ് അത് മനസ്സിലാവുക, അവിടെ ക്ലിയർ ആണ്. മറ്റൊന്ന്, ഈ ത്യാഗ മനോഭാവത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾ ഒരു ഭക്ഷണം കഴിക്കില്ല എന്ന് വിചാരിക്കും. ഒരു കുട്ടിക്ക് സുഖമല്ല, ഭക്ഷണം കഴിക്കാതെ കൽപ്പിച്ചുകൂട്ടി കഴിക്കാതിരിക്കണം, അത് വേറെ കാര്യം. ഭക്ഷണം എല്ലാം കഴിക്കേണ്ടതാണ്, അത് ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ട് അത് പോട്ടെ. ഒരു കുട്ടിക്ക് സുഖമല്ല വീട്ടില്, അപ്പൊ ആ കുട്ടി കഴിക്കുന്ന ഭക്ഷണം തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ല. സുഖമില്ലാത്ത ഒരാളെ നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മളും അയാൾക്ക് കഴിക്കാൻ കഴിയുന്ന ഭക്ഷണം കഴിച്ചു. അപ്പോൾ അത് ത്യാഗമനോഭാവമാണ്. അത് വീട്ടിലുള്ള ചെറിയ കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മളോടൊരു ഭയങ്കര സ്നേഹവും വലുപ്പത്തിൽ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന സ്വഭാവമുണ്ട്. അതല്ലെങ്കിൽ ത്യാഗം ചെയ്യേണ്ട സ്ഥലം വരുമ്പോൾ കുട്ടികൾ പതുക്കെ വാങ്ങി, അല്ലെങ്കിൽ നല്ല സന്തോഷത്തിൽ നടക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കടം കൊടുക്കുക അതായത് ഒരു നന്മയാണ്. നമ്മുടെ കയ്യിൽ കടം കൊടുക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, കടം കൊടുക്കാനേ പാടുള്ളൂ, കടം വാങ്ങാൻ പാടില്ല. നമ്മൾ കടം കൊടുക്കുമ്പോൾ കടം വാങ്ങാൻ പാടില്ല, കടം വാങ്ങുമ്പോൾ കടം കൊടുക്കാനും പാടില്ല. അല്ലേ കൊടുക്കും. കടം വാങ്ങിയിട്ട് വേറൊരാൾക്ക് കടം കൊടുത്തവൻ തന്നിട്ടില്ല നമ്മൾ കൊടുങ്ങൂല്ലേ, നമ്മളെ കൊണ്ടേ പൂട്ടിയിട്ട് നമുക്ക് യാതൊരു രക്ഷ ഉണ്ടാവില്ല.
നമ്മളൊക്കെ അതിന്റെ ബലിയാടായിട്ടുണ്ട് പല സ്ഥലത്ത് പലപ്പോഴും. നമ്മളൊരാളെ കഷ്ടം കണ്ടിട്ട് ഉടനെ തന്നെ വേറൊരാളൊക്കെ നിന്നൊക്കെ വാങ്ങിയിട്ട് ഇയാളെ കഷ്ടത്തിന് കഴിച്ചില്ലാക്കും. അവസാനം നമ്മൾ കഷ്ടത്തിന്റെ അങ്ങേയറ്റത്തിൽ കൊണ്ട് നമ്മളെ വലിച്ചെറിയും. പടച്ചോൻ കാക്കും, അത് വേറെ കാര്യം. എവിടെയും കൊണ്ട് നമ്മളെ കഷ്ടപ്പെടുത്തൂല. നമ്മുടെ നീയത്തനുസരിച്ച് നമ്മുടെ ഇഖ്ലാസ്. പക്ഷേ നീയത്തൊന്നും വിചാരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ചില സമയത്ത് വേണ്ടാത്തത് അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ട്, പോയിപ്പോയിടുക. അത് നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട്, ഞാനിപ്പോൾ കടം കൊടുക്കൽ നന്മയാണ് പറഞ്ഞിട്ട് പിന്നെ വല്ലതൊക്കെ നിന്നൊക്കെ വാങ്ങിക്കൊടുക്കാൻ മെനക്കെടരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും പറയുന്നത്. അങ്ങനെ കൊടുക്കാൻ പറ്റിയ നല്ല തന്നെ, വാങ്ങിക്കൊടുക്കലും ഇടയിൽ നിൽക്കലൊക്കെ നല്ലത് തന്നെ. പക്ഷെ അത് മറ്റൊരുത്തന്റെ കടം വീട്ടാതിരിക്കൽ പാപമാണ്. അത് എത്രമാത്രം ഉണ്ട് നല്ലപോലെ ആലോചിച്ചോളി. ഖലീൽ സാനി നജാത്ത് എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നത്, നമ്മൾക്ക് ഒരാളെ കയ്യിൽ കടം കൊടുക്കാൻ വീട്ടേണ്ട പൈസയാണ്. ആ സമയത്ത് ആ പൈസ കയ്യിലിരിക്കുമ്പോൾ കുട്ടിക്ക് അസുഖം പിടിച്ച് അതിന് ആശുപത്രിയിൽ എത്തിക്കേണ്ടതും അന്ന് തന്നെയാണ്, കടം വീട്ടേണ്ട അവധിയും അന്ന് തന്നെയാണ്. അയാൾ നിർബന്ധമായിട്ട് അന്ന് എത്തേണ്ടതുമാണെങ്കിൽ കുട്ടിയെ വിട്ടിട്ട് കടം വീട്ടാനാണ് സാനി പറയുന്നത്. കുട്ടി അള്ളാഹു നോക്കിക്കോളും വിചാരിക്കണം. അല്ലാതെ ഇന്ന് കുട്ടിക്ക് അസുഖം പിടിച്ച് അതിനെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കിയിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൈസ തരാൻ പറ്റിയില്ല എന്ന് പറയാൻ പാടില്ല. അയാളെ കൈ കൊടുത്തിട്ട് വേണമെങ്കിൽ പറഞ്ഞ കുട്ടിക്ക് അസുഖം പിടിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടില്ലേ തിരിച്ചു തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ആ അവധി തെറ്റിച്ചിട്ട് അവരോട് കളിക്കാൻ പാടില്ല. ഇതിനെ മനസ്സിലാക്കിയിട്ടാണ് കടം കൊടുക്കൽ നന്മയാണെന്ന് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. മയ്യത്ത് നിസ്കരിക്കൂല, കടം കൊടുത്തിട്ട് വീട്ടിയിട്ടില്ലെങ്കിൽ അയാളെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അമതി അല്ലാത്തവനെ മയ്യത്ത് നിസ്കരിക്കൂല, മറ്റൊരുത്തന്നെ നിസ്കരിക്കാത്ത ആരാണെന്ന് പറയും, കടം വീട്ടാത്ത ആളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മയ്യത്ത് കൊണ്ടുവന്നാൽ ഇയാൾ ആർക്കെങ്കിലും ബാധ്യതകളുണ്ടോയെന്ന് ചോദിക്കും. ആ ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുത്ത് വിട്ടോന്ന് ചോദിക്കും. റസൂലുള്ളാഹിക്ക് സ്വന്തം വിട്ടും, ആരെങ്കിലും ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ മയ്യത്ത് നിസ്കരിക്കും, അല്ലെങ്കിൽ റസൂലുള്ള തിരിച്ചു പോകും, വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് കടം എന്നുള്ള സംഗതി ഒരു സാധാരണയല്ല, അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കടം കൊടുക്കൽ ഒരു നന്മയായിരുന്നു എന്നാണ് ചർച്ച ചെയ്ത് വന്നത്. എൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ സാമർഥ്യമായി ഉണർത്തി തന്നെയുള്ളൂ. സദഖ, സദഖ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ധർമ്മിഷ്ഠത, അതും സദഖയും തമ്മിൽ ചെറിയ വ്യത്യാസം. ധർമ്മിഷ്ഠത എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കും എന്തും എടുത്തു കൊടുക്കലാണ്. നമ്മളെ നമുക്ക് നാളേക്ക് വേണം മറ്റന്നാൾക്ക് വേണം എന്ന് എടുത്തു വെക്കുന്ന കാര്യമല്ല, അയാൾക്ക് ആവശ്യമുണ്ട് എടുത്തു കൊടുക്കുക. അതാണ് സഹാവത്ത് എന്ന് പറഞ്ഞത്, ധർമ്മിഷ്ഠത കൊണ്ട് ഉദ്ദേശിച്ചത്. സദഖ അങ്ങനെയല്ല, നമ്മളെ കയ്യിൽ പിന്നെ അത്യാവശ്യത്തിന് കയ്യിൽ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതേപോലെ തന്നെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മളതിൽ ഓർക്കുക. ഇപ്പോൾ അസദഖത്തു റദ്ദുൽ ബലാ എന്നൊരു ഹദീസുണ്ട്, ചെറുതായിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്. സദഖത്ത് വിഷമങ്ങളെ ദൂരീകരിക്കുന്നതാണ്. ഒരു ഹദീസുണ്ട്, തസദ്ദഖു വലൗ ബിവജ്ഹിൻ തലീഖ്, നിങ്ങൾ സദഖ ചെയ്യുക ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ശരി. ഒരാളോട് ചിരിക്കാൻ, അതാണ് സദഖ. സത്യസന്ധമായിട്ടുള്ള മനസ്സ് മറ്റുള്ളവരെ അറിയുക, ഇതാണ് സദഖയുടെ സത്യത. അവരുടെ കഷ്ടത്തിൽ ഞാനും പങ്കാളിയാണ് എന്ന് നമ്മൾ അറിയുക. അപ്പൊ അള്ളാഹ് നമ്മളെ കഷ്ടത്തിൽ അള്ളയും കൂടും.